സുഹൃത്തുക്കളെ നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. 2013 ഫോട്ടോഗ്രാഫി മലയാളം എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഞാൻ ആരംഭിച്ചത്. 2012 ഡിസംബർ 27 ഫേസ്ബുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് 2013 ജനുവരി 1 മറ്റു സുഹൃത്തുക്കളെ കൂടി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അതൊരു പബ്ലിക്കിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഏകദേശം ഇപ്പോൾ 10 വർഷമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ 46,000-ഓളം അംഗങ്ങളുണ്ട്. അതുപോലെ ഈ യൂട്യൂബ് ചാനലിൽ 24,300 അംഗങ്ങളുമുണ്ട്. ഇടക്കാലത്ത് ഞാൻ പ്രവാസിയായിരുന്നപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് കണ്ടൻറ്റ് കൊടുത്തിരുന്നതാണ്. പിന്നീട് നാട്ടിലെത്തി വെഡ്ഡിങ് ഷൂട്ടിങ്ങും അതും ഇതൊക്കെ ആയിട്ട് സ്റ്റുഡിയോയും മറ്റ് നേരിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയി ഫുൾ തിരക്കായപ്പോൾ ഇതിനകത്ത് പതുക്കെ കണ്ടൻറ്റ് കുറഞ്ഞു വന്നു. എന്തായാലും ഒരുപാട് പേർക്ക് ഇന്നും എനിക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളിൽ കാണാൻ സാധിക്കുന്ന ഒരുപാട് പേർക്ക് ഇതിനകത്തുള്ള കുറേ കണ്ടൻറ്റുകൾ, എല്ലാ കണ്ടൻറ്റുകളും ക്വാളിറ്റി കണ്ടൻറ്റാണ് എന്ന് ഒരു ഗ്യാരണ്ടിയും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറേ കണ്ടൻറ്റുകൾ ഒരുപാട് പേർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്, വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നന്ദി സൂചകമായിട്ട് ഇന്നും ഒത്തിരി പേര് എനിക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോൺ രജിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോഴും എന്നെ നേരിട്ട് വിളിച്ച ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം ഡ്രോൺ രജിസ്ട്രേഷൻ്റെ. പക്ഷേ ഇൻ ബിറ്റ്വീൻ 2020 കൊറോണ ശരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അല്ലെങ്കിൽ സ്റ്റുഡിയോയൊക്കെ ക്ലോസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. കംപ്ലീറ്റ്ലി ഒരു ജീവിതം തന്നെ പലരുടെയും ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള പലരുടെയും പോലെ എൻ്റെയും ജീവിതം വഴിമാറ്റിമിട്ട ഒരു സംഭവം തന്നെയായിരുന്നു കൊറോണ. തീർച്ചയായിട്ടും അതോടുകൂടി ആ സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ചാനലിൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. എന്തായാലും ഇത്രയധികം ആൾക്കാർ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ ചാനലിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫി മലയാളം എന്നുള്ള ഈ ചാനലിൽ വീണ്ടും ഞാൻ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണ്. ഇപ്പോൾ മറ്റ് കണ്ടൻറ്റുകളൊന്നുമല്ല, ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫി ക്ലാസ് A to Z. നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന അല്ലെങ്കിൽ നേരിട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ കണ്ടൻറ്റ് ആസ് ഇറ്റ് ഈസ് ഞാൻ യൂട്യൂബിൽ പബ്ലിക്കിനായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇനി മുതൽ ഒരു കൃത്യമായ ഇടവേളകളിൽ ഇതിനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ കണ്ടൻറ്റുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പഴയ കണ്ടൻറ്റുകളുണ്ട്, ഞാനൊന്നും തന്നെ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുള്ളത് ഈ ഒരു ചാനലും ഫോട്ടോഗ്രാഫിയൊക്കെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ പല ആവശ്യമുള്ളതും ഇല്ലാത്തതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നതുമായ കണ്ടൻറ്റുകൾ ഞാൻ ആസ് ഇറ്റ് ഈസ് സൂക്ഷിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും അത് ഒരു സമയത്ത് കടന്നുപോയ കുറേ ഭാഗങ്ങൾ ഇപ്പോൾ അതുകൊണ്ട് അത് അവിടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് പുതിയ കണ്ടൻറ്റുകൾ ഓൾറെഡി ഞാൻ എല്ലാ ഇതും റെക്കോർഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോസ് ഇപ്പോൾ ഞാൻ ക്ലാസ്സുകൾ മാത്രം ഫോട്ടോഗ്രാഫി DSLR മാനുവൽ ഫോട്ടോഗ്രാഫിയിൽ വരുന്ന ഏകദേശം ഒരു 200ഓളം അധ്യായങ്ങൾ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഒറ്റ ദിവസം അപ്ലോഡ് ചെയ്യാനല്ല, സ്ലോ ആൻഡ് സ്റ്റഡി ഒരു കൃത്യമായ ഫ്രീക്വൻസിയിൽ ഇതിനകത്ത് ആഴ്ചയിൽ ചുരുങ്ങിയത് 2 സെഷനെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളുടെ പരമാവധി സഹകരണം. ഈ വീഡിയോയുടെ താഴെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളതിനകത്ത് ജോയിൻ ചെയ്യുക. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് കാലം ഈ ചാനലിലെ വീഡിയോ വരാത്തത് കൊണ്ട് തന്നെ ഇനി അതിനകത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഒരല്പം ടൈം എടുക്കും. അതൊന്നും എല്ലാവരും എന്താ പറയുക യൂട്യൂബിലൊന്ന് പോപ്പുലേറ്റ് ആയി വരേണ്ട ഒരു ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യേണ്ടത് വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അനാവശ്യ പോസ്റ്റുകളൊന്നും തന്നെ വരുന്നതായിരിക്കില്ല. മാക്സിമം ഫോട്ടോഗ്രാഫിയായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഈ ചാനലിൽ വരുന്ന കണ്ടൻറ്റ് മാത്രമായിരിക്കും. അതുപോലെ ഒരു പുസ്തകം എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. അത് പ്രിൻറ്റിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ പുസ്തകം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. സോ എല്ലാവരും ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ടെലിഗ്രാമിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതുകൊണ്ടാണ്. മാത്രമല്ല ടെലിഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെയും ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂടുതലായിട്ടും
പിന്നെ പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട മറ്റു സപ്പോർട്ടുകൾ വർക്കിനുള്ള മറ്റു സപ്പോർട്ടുകളും ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി മലയാളം ഗ്രൂപ്പിൻ്റെ കീഴിൽ തന്നെ ലൂമിയർ ഫോട്ടോഗ്രാഫി ക്ലബിൻ്റെ കീഴിൽ കുറേ മത്സരങ്ങൾ നടത്തിയിരുന്നു. പലരും അന്നൊക്കെ നല്ല പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം സ്പോൺസേഴ്സും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പ്രൈസും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഒരു പ്രളയത്തിന് ശേഷം വന്ന ഒരു മത്സരത്തിൽ വളരെ നല്ല രീതിയിൽ ഏകദേശം ഒരു ഓൾമോസ്റ്റ് 7,500 വരുന്ന സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നത് അവസാനം അവർ മത്സരം കഴിഞ്ഞപ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറി. പിന്നീട് അതിൻ്റെ മത്സര വിജയികളോട് അവസാനം സോറി പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു സ്പോൺസർ പിന്മാറിയത് കാരണം ഈ ഒരു ഗ്രൂപ്പിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാമ്പത്തികമായിട്ടും അതിൻ്റെ കാരണം ഇതൊരു ഫ്രീ സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നവർ അവർ സമ്മാനം കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം നടത്തുക, ആ സമ്മാനം അതിൻ്റെ വിജയികൾക്ക് വളരെ കൃത്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇടക്കാലത്ത് ഇങ്ങനെ ഒരു ചീറ്റിംഗ് പെട്ടതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം സ്പോൺസർ പിൻവലിഞ്ഞതോടുകൂടി അതിൽ മത്സര വിജയികൾക്ക് അതിൻ്റെ മൊമെൻറ്റോസ് ഒന്നും വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞപ്പോൾ അതിൽ ആദ്യമൊക്കെ അവർക്ക് നിരാശ ഉണ്ടായിരുന്നെങ്കിൽ കൂടി പിന്നീട് അതവർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ദെൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2018 അത് നടന്നത്. ദെൻ ഇപ്പോൾ 5 വർഷം മാറി ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. സോ നമുക്ക് പുതിയതായിട്ട് ഒരു പുതിയ തുടക്കം എല്ലാത്തിനും തന്നെ. ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫി ക്ലാസ്സുകൾ ഇതിലൂടെ ഷെയർ ചെയ്യുക, പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കൊരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യണം. അതിന് സാധിക്കുന്നവരൊക്കെ സഹകരിക്കുക. മെയിൻ എല്ലാ സ്ഥലത്തും പ്രശ്നം വരുന്നത് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഇനി അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് നല്ലൊരു ടീമിൻ്റെ കൂടെ നടത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇതിൻ്റെ തുടക്കകാലത്തൊക്കെ ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ വളരെ രസകരമായ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ വേണ്ടി. 2012 ഡിസംബർ 27 ഫേസ്ബുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും ഞാൻ ഫേസ്ബുക്കിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഫോട്ടോഗ്രാഫി മലയാളം എന്നുള്ള ആ ഒരു നമ്മുടെ ഗ്രൂപ്പ്. ഇപ്പോൾ അതിനകത്ത് 46,000+ മെമ്പേഴ്സ് ഉണ്ട്. വളരെ വളരെ മനോഹരമായിട്ട് 46,000 മെമ്പേഴ്സാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിനകത്തുള്ളത്. ഇതിൻ്റെ തുടക്കാലത്ത് സന്ദീപ് സരസ്വതി എന്ന എൻ്റെ ഒരു സുഹൃത്തും ആണ് ഇതിനകത്ത് എന്നോട് ആദ്യമായിട്ട് യോജിച്ച് വർക്ക് ചെയ്ത്. ഞാനിത് ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് 2013 ജനുവരിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ജനുവരി 26 ജനുവരി ആ മാസം തന്നെയാണ് സന്ദീപ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ദുബായിലായിരുന്നു ഞങ്ങളൊക്കെയും. അപ്പോൾ സന്ദീപ് അവിടുന്ന് ഞങ്ങൾ നല്ല രീതിയിൽ ചാനലൊക്കെ ഗ്രൂപ്പൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ 2013 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരുപാട് മെമ്പേഴ്സായി അപ്പോഴത്തേനും. അപ്പോൾ ഞങ്ങൾ ദുബായിലൊരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചു. അതായത് ഒരു മീറ്റപ്പ്. ഫോട്ടോഗ്രാഫേഴ്സ് ഇത്രയും പേരുള്ളതല്ലേ, അപ്പോൾ നമുക്കൊന്നും മീറ്റ് ചെയ്യാം. അങ്ങനെ കരാമയിൽ സബീൽ പാർക്കിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു മീറ്റപ്പ് അനൗൺസ് ചെയ്തു. ഭയങ്കര റെസ്പോൺസായിരുന്നു ഓൺലൈനിൽ. ഏകദേശം ഞങ്ങൾ പ്രതീക്ഷ പ്രകാരമാണെങ്കിൽ ഒരു 100 പേരിലധികം അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഫോട്ടോഗ്രാഫിയൊക്കെ ജസ്റ്റ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ ആൾക്കാർ ഇങ്ങനെ ഒരു ഹോബിയായിട്ട് ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം സബീൽ പാർക്കിൽ എത്തുകയും അവിടെ നിന്ന് സബീൽ പാർക്കിൽ ഞങ്ങൾ 9 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ 11 മണി വരെ കാത്തിരുന്നിട്ടും ഒരാൾ പോലും വന്നില്ല. അങ്ങനെ സന്ദീപിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രാജേഷ് ഭായ്, അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരായി. അവിടെ എങ്ങനെയൊക്കെയോ കൂടി 4 പേരായി. പക്ഷെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഇത്രയും ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ മീറ്റപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മിനിമം 10 പേരെങ്കിലും വേണമായിരുന്നു. ഒരു രക്ഷയില്ലാതെ അങ്ങനെ ഞങ്ങൾ ദുബായ് സൂവിലേക്ക് പോയി. 4 പേര് ഞങ്ങൾ ദുബായ് സൂവിൽ പോയപ്പോൾ അവിടെ 2-3 ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു മൃഗങ്ങളുടെ. അവരും തുടക്കക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് 1-2 പേരെ കൂടെ വിളിച്ച് നിർത്തി ഞങ്ങൾ ഫോട്ടോ എടുക്കേണ്ട, ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് പബ്ലിക്കിന് ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് പിന്നീട് ഞങ്ങൾ അതായത് കുറേ ഇവൻറ്റുകൾ അതിനുശേഷം ഞങ്ങൾ കുറേ പേര് എന്താ പറയുക ഇതിൻ്റെ ബാക്ക് എൻഡിൽ വരികയും പോവുകയും ഒക്കെ ചെയ്തു. അവസാനം ഞങ്ങൾ അതേ വർഷം നെക്സ്റ്റ് ഇയർ ഒരു ഇവൻ്റ് നടത്തുമ്പോഴത്തേനും ചാനലുകാർ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കവറേജിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഗ്രൂപ്പ് വളർന്നു എന്നുള്ള. ഫുജേറയിലും ഞങ്ങൾ പോയ ഒരു ഈവെൻറ്റിൽ നിങ്ങൾക്ക് കണ്ടറിയാം, ഏഷ്യാനെറ്റ് പോലും അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല രീതിയിലേക്ക് ആ ചാനൽ വളർന്നെത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ എന്താ പറയുക,
അതിനുശേഷം 2014 ഞങ്ങൾ തൃശ്ശൂർ ആദ്യമായിട്ട് ഒരു നേരിട്ടൊരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചു. അന്ന് 100ഓളം പേര് അതിനകത്ത് പങ്കെടുത്തിരുന്നു. അതിൻ്റെ ബാക്കെൻഡിലൊക്കെ വളരെ കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. തൃശ്ശൂർ റൗണ്ടിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളത് നടത്തിയത്. പേര് ഞാൻ എടുത്തു പറയാത്തതിൽ കുറച്ച് സന്ദീപിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അദ്ദേഹമാണ് എന്നോട് ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ സഹകരിച്ച ഒരാൾ. അതുകൊണ്ട് അദ്ദേഹത്തെ മറക്കാൻ പറ്റില്ല. എങ്കിലും അതിനുശേഷം വന്ന ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നല്ല പോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെയും ജോലിയും കാര്യങ്ങളും ഒക്കെയായി ജീവിതത്തിൽ പ്രവാസികളുടെ ഒരു പ്രധാന പ്രശ്നം അതാണ്. ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ അവർ അടുത്ത ഒരു തീരം തേടി പോകും. അപ്പോൾ പുതിയൊരാൾക്കാർ ഇതിനകത്തേക്ക് വരും. അങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വെക്കേഷനിലോ അല്ലെങ്കിൽ എനിക്കതിൽ ഒരു താല്പര്യം കുറയുന്ന ഒരു മൊമെൻറ്റിൽ എപ്പോഴും നമ്മൾ ഇത് ജോലിയുടെ പ്രഷറും കാര്യങ്ങളും അതുപോലെ വെക്കേഷൻ 2 മാസം വെക്കേഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു സാന്നിധ്യം ഇല്ലാതിരിക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് താഴോട്ട് പോവുകയും അങ്ങനെ പറഞ്ഞു വരികയാണ്. ഒരുപാട് പേരുകൾ എടുത്ത് പറയേണ്ടത് വളരെ എൻ്റെ ലൈഫിൽ എന്നോട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത കട്ടക്ക് നിന്ന ആൾക്കാർ. ഇപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പേരെടുത്ത് പറയുകയാണെങ്കിൽ വളരെ ജീവന തുല്യം സഹായിച്ച ആൾക്കാർ ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പേഴ്സണലി അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു കാരണം എല്ലാവർക്കും ഉണ്ടാവില്ല, പക്ഷെ കുറച്ച് പേർക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. എങ്കിൽ കൂടി ഇപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇത്രയധികം 46,000 അംഗങ്ങളുടെ അല്ലെങ്കിൽ 24,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയൊരു ചാനലിൻ്റെ മുന്നിൽ ഇപ്പോഴും 10 വർഷത്തിന് ശേഷം, അതായത് 2013 ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങൾ ആദ്യത്തെ ഇവൻ്റ് നടത്തിയത്. അത് കഴിഞ്ഞ് 2023 മെയ് 6-ാം തീയതി ഇവിടെ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിരവധി ക്യാമ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോ വാക്കുകൾ ഗൾഫിലാണെങ്കിലും ഖത്തറിലെ ഫോട്ടോഗ്രാഫി മലയാളം എന്ന രീതിയിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഇൻ്റർനാഷണൽ ടൂറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ നേരിട്ട് ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച ആൾക്കാർ ഏകദേശം 4,000-ഓളം ആൾക്കാരെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ 70ഓളം ആൾക്കാർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ഓൺലൈനായിട്ടുള്ള സംഭവങ്ങൾ, ഓൺലൈൻ ക്ലാസ്സുകളിൽ ഒരു മാസം എന്തായാലും ഒരു 10, 60, 70 പേര് ഓരോ മാസത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ഓൺലൈനിൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളതിന് കൃത്യമായ ഒരു ധാരണ എങ്ങനെയാലും എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വന്നു, അവരുടെ ക്ലാസ് കഴിയുമ്പോൾ അവർ പോയിട്ടുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരിക്കലും അറിയാതെ ബാക്കെൻഡിലൂടെ അവർ വന്ന് പഠിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എണ്ണം പോലും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും കൂടുതലാണ്. നേരിട്ടിട്ട് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഞാൻ ഖത്തറിൽ പോയിട്ടുണ്ട് ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പരിപാടിക്ക്, അതേപോലെ ഒമാനിൽ പോയിട്ടുണ്ട്, ദുബായിലെ എല്ലാ എമിറേറ്റിലും ഒരുപാട്. എനിക്ക് തോന്നുന്നു ദുബായിൽ നമ്മൾ ഒരു 100-ലധികം പ്രോഗ്രാമുകൾ ദുബായിൽ ഫോട്ടോ വാക്കുകളും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു അതൊന്നും അല്ല, അതിനേക്കാൾ ഒരുപാട് കൂടുതൽ നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും 10 ദിവസം ക്യാമ്പ് ചെയ്തിട്ട് ഞാൻ എല്ലാ ജില്ലകളിലും പോയി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ട്രെയിനിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനലിന് ഒരു രീതിയിലുള്ള ദോഷവും സംഭവിക്കരുത് എന്ന പെട്ടെന്നുണ്ടായ ഒരു തോന്നലിലാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രീമിയം കണ്ടൻ്റ് ആയാലും എത്ര യുണീക്കായതായാലും എൻ്റെ കയ്യിലുള്ള കണ്ടൻറ്റുകൾ തീർച്ചയായിട്ടും ഇതുവഴി നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഞാൻ പകുതി പേരെ പറഞ്ഞ് പകുതി പേരെ പറയാതിരിക്കുമ്പോൾ അത് 2 രീതിയിൽ വഹിക്കാനിരിക്കും. കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ പ്രവാസികളായിരുന്നവർ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതേപോലെ കുറേ പേര് തിരിച്ച് ഗൾഫിലേക്ക് പോയിട്ടുണ്ട്. കുറേ പേര് എന്നോട് ഇപ്പോഴും മെസ്സേജുകൾ അയക്കുകയും സുഖവിവരം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കുറേ പേര് പഴയ കാലത്തുള്ള ആ ബന്ധത്തോടു കൂടി അങ്ങ് നിന്നു പോയിട്ടുണ്ട്. എന്നാൽ കൂടി എല്ലാവരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവരെന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ സഹായം കിട്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി അവരിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒന്ന് നോക്കി എന്നോട് പ്രശ്നമില്ല ശരിയാവും എന്ന് പറയാൻ നിന്നവർ
സ്നേഹമുള്ളവർ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്ന 99.9 ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഒരു നെഗറ്റീവായിട്ടുള്ള. പക്ഷേ അവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു യാത്രയിൽ ത്രൂ ഔട്ട് നിൽക്കുക എന്നുള്ളത്, ഞാനും പൂർണ്ണമായിട്ടും ഈ ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ ഈ 10 വർഷത്തെ യാത്രയിൽ പൂർണ്ണമായിട്ടും ഇതിനോട് ചേർന്ന് നിന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ജീവിതത്തിൽ ഓരോരോ സംഭവങ്ങളുടെ ഇടയിൽ അതുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഒഴിവാക്കരുത്, നമുക്ക് കൂടെ നിർത്തണം. ഇതിൽ നിന്നും എന്താ പറയുക, ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ ചാനൽ പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈ ചാനൽ ഒന്നുകൂടി ഉഷാറാക്കിയെടുക്കണം. യൂട്യൂബ് ചാനൽ എന്നതല്ല, ഈ ഫോട്ടോഗ്രാഫി മലയാളം എന്ന ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും അത് എവിടെയും സ്റ്റോപ്പ് ആവരുത്, അത് മുന്നോട്ട് തന്നെ പോകണം. നമുക്ക് നല്ലൊരു ടീം ബിൽഡ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടൻറ്റുകൾ, അതായത് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. സ്ലോലി നമുക്ക് ഫോട്ടോഗ്രാഫി മലയാളം എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പും ടെലിഗ്രാം ഗ്രൂപ്പും അതേപോലെ വാട്സപ്പ് കൂട്ടായ്മയും എല്ലാം തന്നെ ആക്റ്റീവാക്കി കൊണ്ടുവരാം. ഓൾറൈറ്റ്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടു.